ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് എൻ്റെ പെയിൻ മാറുന്നില്ല? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സസൈസ് മാത്രം ചെയ്താൽ എല്ലാ വേദനയും മാറത്തില്ല. കാരണം ആ പെയിനിൻ്റെ റൂട്ട് കോസ് മൂവ്മെൻറ്റ് കൊണ്ട് മാറുന്ന ആവണമെന്നില്ല. അതായത് തെറ്റായ എക്സസൈസ്, തെറ്റായ പോസ്ചർ, തെറ്റായ മസിൽ ഇംബാലൻസ്, പിന്നെ റിക്കവറി കുറവ്, ലാക്ക് ഓഫ് റിക്കവറി, സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, ഇതെല്ലാം തന്നെ പെയിൻ കൂടാൻ, കണ്ടിന്യൂ ചെയ്യാൻ കാരണമാവും. അപ്പോൾ പലർക്കും എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രം പെയിൻ റിക്കവറി കിട്ടുന്നില്ല. കാരണം ഇത് തന്നെയാണ്. ഫോഴ്സ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ പിന്നെയും വേഴ്സൺ ആവും. എസ്പെഷ്യലി ഈ റാൻഡമായിട്ട് എക്സസൈസ് ചെയ്യുന്നവരും ഈ ഇൻ്റർനെറ്റിൽ നിന്ന് നോളജ് എടുത്തിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ബോഡിയുടെ ടൈപ്പ്, ഇംബാലൻസിങ്, ആ വെയിറ്റ് കപ്പാസിറ്റി, ഇതെല്ലാം കൺസിഡർ ചെയ്ത് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഹീലിംഗ് എന്ന് പറയുന്നത് എക്സസൈസ് കൊണ്ട് മാത്രമല്ല, റിക്കവറി, ബാലൻസ് ആൻഡ് റൈറ്റ് ഗൈഡൻസ്, ഓക്കെ, ഇതെല്ലാം ഈക്വലി കിട്ടുമ്പോഴാണ് ആ ഒരു റൈറ്റ് ഫോർമുല കിട്ടുന്നത്. അപ്പോൾ മോർ എക്സസൈസ് മാത്രം സൊല്യൂഷനാണെന്ന് കരുതരുത്, തെറ്റാണ്. റൈറ്റ് കറക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നടുവിനെ കുറിച്ചിട്ടാണ്, നട്ടലിനെ കുറിച്ചിട്ടാണ്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യാം, ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്കിത് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.